അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകം നിയന്ത്രിക്കുന്ന CM മടവൂരാണ്. അന മുദബ്ബിറുൽ ആലം, അന കുതുബുൽ ആലം, അന അല്ലാഹ് എന്നൊക്കെ CM മടവൂര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുസ്ലിയാക്കന്മാരുടെ വായിൽ നിന്ന് വരാൻ തുടങ്ങി കുതുബുസ് സമാൻ, കുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CM മടവൂരിനെ വിശേഷിപ്പിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്ന CM മടവൂരാണ്. ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത CM മടവൂര് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. CM മടവൂര് മലക്കിനെ നിയന്ത്രിക്കുന്നു. CM മടവൂര് മഴ നൽകുന്നു. CM മടവൂര് കുട്ടികളെ നൽകുന്നു. CM മടവൂര് മരിച്ചവരെ ജീവിപ്പിക്കുന്നു. CM മടവൂര് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് വാഹനങ്ങൾ കൂട്ടിമുട്ടാത്തത്. CM മടവൂര് ആണിനെ വേണമെങ്കിൽ ആൺകുട്ടിയെ കൊടുക്കുന്നു, പെണ്ണിന് കുട്ടിയെ വേണമെങ്കിൽ പെൺകുട്ടിയെ നൽകുന്നു. അങ്ങനെ തുടങ്ങി നമുക്ക് എന്തൊക്കെ ഹൈറുകളുണ്ടോ അതൊക്കെ CM മടവൂരിൽ നിന്നാണ് എന്ന് വരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചു. ഷെയ്ഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ പറഞ്ഞു വരുന്നത്, മൊത്തത്തിൽ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് പച്ചക്ക് മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചു എന്നർത്ഥം. ചില ആത്മാവുകളെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്, കാന്തപുരത്തെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വാഭാവികമാണ് ചോദ്യം ചെയ്തു. ആധികാരിക പ്രമാണങ്ങൾ കൊണ്ട് ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്ന് മുസ്ലിയാക്കന്മാർ പതറി. ഇസ്തിഹാസക്ക് തെളിവുണ്ടാക്കാൻ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ ഉളുപ്പില്ലാതെ ആയത്തോതിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കോട്ടപ്പുറം സംവാദം നമുക്കറിയാമല്ലോ. അതേ മുസ്ലിയാർ തന്നെ രംഗത്ത് വന്നു. ഇവരുടെ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് പച്ചക്കള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. ഫൽ മുദബ്ബിറാത്തി അംറൻ, ഇമാം റാസിയിൽ അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില മുസ്ലിയാക്കന്മാർ കേട്ട പാതി കേൾക്കാത്ത പാതി അതൊക്കെ എടുത്തങ്ങ് ആഞ്ഞങ്ങ് കാച്ചി. പക്ഷേ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒരു രക്ഷയുമില്ല, അവർ പെട്ടു. മുദബ്ബിറാത്ത്, നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന ഒരുപാട് ചർച്ചകളുണ്ട്. മഹാഭൂരിപക്ഷ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ ഒന്നാമത്തെ അർത്ഥം, ഒന്ന് റൂഹിനെ പിടിക്കുന്ന മലക്കാണെന്നാണ്. രണ്ട്, അതല്ല മറ്റു ദൗത്യങ്ങൾ ഏൽപ്പിച്ച 4 മലക്കളാണ്, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, ഈ 4 മലക്കളാണ് എന്ന് പറയുന്നു. ഇനി അതെല്ലാം മറ്റു ദൗത്യങ്ങൾ ഏൽപ്പിച്ച മറ്റു മലക്കളാണ്. ഇതാണ് തഫ്സീലൊക്കെ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായമായി കാണുക. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, മുൻഗാമിൽ ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയത് ഇതാണ്. എന്നാൽ ഭാഷാപരമായി ഇതിന് മറ്റു പല അർത്ഥങ്ങളും പറയാം. ഭാഷാപരമായിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫൽ മുദബ്ബിറാത്തി അംറ, കുതിരയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം കുതിര ലോകമൊത്തം നിയന്ത്രിക്കുന്നതാണോ? അല്ല. യുദ്ധക്കളത്തിൽ കുതിരയ്ക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അതല്ല, നക്ഷത്രങ്ങളാണ് എന്ന് തഫ്സീർ റാസിയിലുണ്ട്. അത് ഫിലോസഫി വിശ്വാസപ്രകാരമാണ്. അതല്ല, അൽ അർവാഹ്, ആത്മാവുകളാണ് എന്നൊരു തഫ്സീർ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഔലിയാക്കന്മാർ ആത്മാവ് എന്നല്ല, മുഅ്മിനീങ്ങൾ ആത്മാവ് എന്നുമല്ല, അൽ അർവാഹ്, ആത്മാവുകൾ. അപ്പോൾ എന്താ, ആത്മാവുകൾ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് എന്ന് അദ്ദേഹം അവിടെ പറയുന്നു. എന്നാൽ അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, വാപ്പ മരിച്ചു പോയാൽ ചിലപ്പോൾ മക്കൾ വാപ്പാനെ സ്വപ്നം കാണും. ആ സ്വപ്നത്തിലുള്ള വാപ്പ പലതും പറയും, മകൻ പലതും കേൾക്കും. അത് റൂഹുകൾ തമ്മിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ഉസ്താദ് മരിച്ചാൽ ചിലപ്പോൾ ഉസ്താദിനെ സ്വപ്നം കാണും, അധ്യാപന സ്വപ്നം കാണും. ആ അധ്യാപകന് വന്ന് പലതും പറയും, ശിഷ്യൻ അത് കേൾക്കും, ചോദിക്കും, പറയും. അതൊരു ബന്ധമാണ് മാനസികമായ. അങ്ങനെ അർവാഹുകൾ തമ്മിൽ ബന്ധമുണ്ട്. അതാണ് അൽ അർവാഹ്. അല്ല ഔലിയാക്കന്മാർ ആത്മാവ് എന്നല്ല. വഖീല ഹിയൽ അർവാഹ്, അർവാഹാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മൾ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ കാട്ടിയെന്ന് വെച്ചാൽ അൽ അർവാഹ് എന്ന തഫ്സീർ റാസിയുടെ പ്രയോഗം എടുത്തിട്ട് അദ്ദേഹം എന്താക്കി, അർവാഹുൽ മുഅ്മിനീൻ എന്നാക്കി മാറ്റി. അർവാഹുൽ മുഅ്മിനീൻ എന്നാക്കി മാറ്റി കാന്തപുരം മുസ്ലിയാർ. അപ്പം എന്തായി, ആത്മാവുകൾ എന്ന് റാസി പറഞ്ഞത് വിശ്വാസികൾ ആത്മാവുകൾ എന്നാക്കി മാറ്റി, അർവാഹുൽ മുഅ്മിനീൻ. അർത്ഥം വെച്ചപ്പോഴോ ഔലിയാക്കന്മാർ ആത്മാവുകൾ അർത്ഥം വെച്ചു. റാസിയിലുള്ളത് അർവാഹ് എന്ന് മാത്രം, ഉസ്താദിനെ പകരം കൂട്ടിയത് അർവാഹുൽ മുഅ്മിനീൻ. അർത്ഥം പറഞ്ഞപ്പോഴോ അത് ഔലിയാക്കന്മാർ ആത്മാവുകളാകുന്നു. പിന്നെ വിശദീകരണമോ ഔലിയാക്കന്മാർ ആത്മാവ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നു. ഇങ്ങനെയാണ് കൊണ്ടുപോകൽ. റാസി പറഞ്ഞത് പ്രകാരം കാന്തപുരത്തിന് റൂഹും പെടും,
എൻ്റെ റൂഹും പെടും, ലോകത്തെ എല്ലാ മനുഷ്യന്മാരുടെ റൂഹും പെടും, എല്ലാ ജിന്നുകളുടെ റൂഹും പെടും. അർവാഹുകൾ തമ്മിൽ ആത്മീയ ലോകത്തിലൊക്കെ കുറേ ബന്ധങ്ങളും കുറേ ഇടപാടുകളൊക്കെ ഉണ്ട് എന്നാണ് റാസി സ്ഥാപിക്കുന്നത്. അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞ അൽ അർവാഹ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഇത് തെളിവല്ല. ഔലിയാക്കന്മാർ ലോകം നിയന്ത്രിക്കുന്ന തഫ്സീർ റാസിയിലില്ല, അങ്ങോട്ടോട് പറഞ്ഞിട്ടുമില്ല. പിന്നീട് പേരോൾ അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നുകൊണ്ട് ഉസ്താദുമാരെ ന്യായീകരിക്കുകയും വേണം, എന്നാൽ ഈ വിഷയം അങ്ങോട്ട് നമുക്ക് അങ്ങനെയല്ല വാദം എന്ന് പറഞ്ഞെത്തിക്കുകയും വേണം. ആ കോലത്തിലായി. അതിന് ചില ആളുകളെ തള്ളിപ്പറയേണ്ടി തന്നെ വന്നു മുസ്ലിയാർക്ക്. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് കാരണം പൂർണ്ണമായി അങ്ങോട്ടേക്ക് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക്. വൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ. വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം. അല്ലാഹു സത്യം ചെയ്യുന്ന പല സംഗതികളെ കൊണ്ട് കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അല്ല ഒന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു, ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ. അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ. അതുകൊണ്ട് തന്നെ മതിരിച്ചിട്ട് തുപ്പാനും പറ്റൂല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റൂല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ പേരോൾ അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ പെട്ടു. അപ്പോൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞു മെഴുകുക, അതല്ലാതെ വേറെ രക്ഷയില്ല. അണികൾ തന്നെ പലതും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ പോകണ്ട. മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞത് തഫ്സീറിലുള്ള കാര്യമാണ്, ഞാൻ പറയുന്നതും തഫ്സീറിലുള്ള കാര്യമാണ്. അതൊരു തഫ്സീറിലല്ല, പല തഫ്സീറുകളിലുമുള്ള കാര്യമാണ്. അതൊക്കെ അൽഹംദുലില്ലാഹ് ഉസ്താദും ഞാനുമൊക്കെ പലപ്പോഴും എനിക്ക് തന്നെ പഠിപ്പിച്ചു തന്ന ആൾ ഉസ്താദാണ്. ഞങ്ങൾ പരസ്പരം പലപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, ഉസ്താദ് മറുപടിയും പറഞ്ഞു തരാറുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന മുഫ്സിദീങ്ങളുണ്ടല്ലോ, അവരെ നന്നായി ശ്രദ്ധിക്കണമെന്നത് കൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അങ്ങനെയുണ്ട്, അവർക്ക് തസറുഫ് ചെയ്യുന്നവർ എന്നാണ് മറ്റൊരു ഭാഷ, മുതസർരിഫീങ്ങൾ എന്നാണ്. ലോകത്തിന്റെ മുഴുക്ക നിയന്ത്രണം സി എം മടവൂരിനാണെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായേക്കാം, സംഭവിച്ചേക്കാം എന്നൊക്കെയുള്ള ഒരു വാർത്തയാണ്. എവിടെയും ഇങ്ങനെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കാലാവസ്ഥാ നിരീക്ഷകർ. എന്നതുപോലെയുള്ള ഒരു വർത്തമാനം പേരോൾ അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകളിൽ നിന്ന് വരാൻ തുടങ്ങി. മാത്രമല്ല, നമ്മൾ ഖുത്ബ് എന്ന് പറയുന്ന സ്ഥാനത്തെ കുറിച്ച് അല്പം പറഞ്ഞല്ലോ, അവിടെയും നമുക്ക് കാണാം ഇമാം ശഅറാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു, അൽ ഖുത്ബുൽ ഗൗസ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പദവി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുത്താൽ അത് മരണം വരെ ഉണ്ടാകണമെന്നില്ല. ചെറിയ സമയത്തേക്ക് ചിലർക്ക് കൊടുക്കും, ചിലർക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കും, ചിലർക്ക് ഒരു മാസത്തേക്ക് കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊല്ലത്തേക്ക് കൊടുക്കും, ചിലർക്ക് മരിക്കുന്നത് വരെ കൊടുത്തു എന്ന് വരാം. ഒന്നുകൂടി മഹാൻ പറയാണ്, അങ്ങനെയുള്ള മഹാന്മാർ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞു കൊള്ളണമെന്നില്ല. അവർ ഇരുമ്പ് പീടികയിൽ ഇരുമ്പ് പണിയെടുക്കുന്നവരായിരിക്കാം, കൊല്ലപ്പണിയെടുക്കുന്നവരാകാം, വേറെ കച്ചവടം ചെയ്യുന്നവരാകാം, ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു ആർക്കാണ് ആ സ്ഥാനം കൊടുത്തതെന്നറിയില്ല. ഇതിൽ നിന്നും മുസ്ലിയാക്കന്മാർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ കൃത്യമായി ബോധ്യമുണ്ട്. പിന്നീടാണ് നമ്മുടെ സുന പോയ ഒരു ക്ലബ്ബുണ്ട്, AP സമസ്തയിലെ മുസ്ലിയാക്കന്മാരുടെ
പല കോപ്രായങ്ങളും അതിൽ നിന്നാണ് റിലീസാകാറുള്ളത്. ആ സുനബോയ ക്ലബിൽ ഇത് ചർച്ചയാക്കി. അങ്ങനെ ഈ സുനബോയ ക്ലബ്ബ് ഒരു പോസ്റ്റൊക്കെ അടിച്ചങ്ങ് പുറത്തേക്ക് വിട്ടു. ആ പോസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. എന്താണ് ഇതിൽ പറയുന്നത്? ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, ഇതറിയാത്തവരാണ് ഇന്നത്തെ വഹാബികൾ. എങ്ങനെയുണ്ട്? അബ്ദുറഹ്മാൻ സഖാഫി സാധാരണ പറയാറുണ്ടല്ലോ, ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്, എന്താണ് യഖൂനു ഫി ആഖിർ സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്നുണ്ടല്ലോ. ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും. ആ ദജ്ജാലുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ സുനബോയ ക്ലബ്ബ്. അബ്ദുറഹ്മാൻ സഖാഫി പറയട്ടെ, അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ദജ്ജാലി എന്ന് വിളിച്ചു എന്ന് പറയും. അതുകൊണ്ട് പേരോടിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കബളിപ്പിക്കുന്നവർ വരും, ധാരാളം കളവ് പറയുന്നവർ വരും. അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും. യതൂനക്കും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. ഇയ്യാകും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് വരുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിഷയത്തിൽ പെട്ടതാണ് ഇത് എന്ന് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ആ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ രണ്ട് ചിത്രമുണ്ട്, രണ്ട് സൈഡിൽ. ഒന്ന് ഒരു തൊപ്പിയിട്ട കുബൂരി, മറ്റേ സ്ഥലത്ത് ഒരു തൊപ്പിയിടാത്ത വഹാബി. ഇനി വഹാബിക്കാണ് എന്തറിയാത്തത്? ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് എന്നറിയാത്തത്. ഇവിടെ പ്രശ്നം തന്നെ ആര്? വഹാബികൾ ചോദ്യം ചെയ്തുകൊണ്ടാണ്. വഹാബികൾ വാദിച്ചെന്താണ്? ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു മാത്രമാണ്, അതിൽ ആർക്കും തന്നെ യാതൊരു റോളും ഇല്ല എന്നാണല്ലോ പറഞ്ഞത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പോസ്റ്റ് വന്നത്. ഈ പോസ്റ്റിലിന്റെ എന്താണ് പറയുന്നത്? ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു ആണ്, ഇതറിയാത്തവരാണ് ഇന്നത്തെ വഹാബികൾ. മനസ്സിലായല്ലോ? എന്നിട്ട് ആ പോസ്റ്റിന് താഴെ പറയുന്നത് എന്താണ്? ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു ആണെന്നാണ്. നിങ്ങളോ? മുകളിൽ ഹെഡിങ് എന്താണ്? ഇവര് മുടിവെള്ളം കുടിച്ചിട്ടാണോ ഇതൊക്കെ എഴുതി വെക്കുന്നത്? ബുദ്ധി എന്ന് പറഞ്ഞ സാധനം എന്തൊരു വർഗമാണിത്! ഇവിടെ തൊട്ട് താഴെ വഹാബിന്റെ വാദമായി എഴുതി വെക്കുന്നതാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു ആണെന്നാണ്. നിങ്ങളോ? കുബൂരികളോടുള്ള ചോദ്യമാണ്. കുബൂരി പോസ്റ്റാണ്. ആ കുബൂരികളോട് വഹാബിയുടെ ചോദ്യമാണ്. മുകളിൽ എന്താണ് എഴുതി വെച്ചത്? ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ്, ഇതറിയാത്തവരാണ് ഇന്നത്തെ വഹാബികൾ. തെരണ്ടിയ വാല അച്ചാറ് നോക്കി തല്ലണ്ട കുബൂരികളെ നടുപ്പുറം നോക്കിയിട്ട്. ഇനി അതിന് തൊട്ട് താഴെ കുബൂരിയുടെ മറുപടിയാണ്. ഒരു സംശയവുമില്ല, കുബൂരിക്ക് ഒരു സംശയവുമില്ല. CM മടവൂരോ ഞങ്ങൾ പറയുന്നു, ഈ ആലം മാത്രമല്ല 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. ലോകത്തിന്റെ നിയന്ത്രണം അത് മഹാന്മാരെ കയ്യിലാണ്. ആലം 18,000 നിയന്ത്രിക്കുന്ന CM മടവൂരാണെന്നാണ് കുരുവട്ടൂർ തരീഖത്തുകാരൻ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായതാണ്. നിങ്ങളുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പകര ബാപ്പൂട്ടി മുസ്ലിയാരും മുള്ളൂർക്കര സഖാഫിയും UK മജീദ് മുസ്ലിയാരും പറഞ്ഞു വെച്ചത് എന്താണ്? ഈ ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ്. ഈ ലോകം നിയന്ത്രിക്കുക, അതിന് പരിധി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിധി ഉണ്ടോ? CM മടവൂരിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് പരിധിയുണ്ടോ? സുനബോയ ക്ലബ്ബുകാരാ, നിനക്ക് പരിധിയുണ്ടോ? നിന്റെ CM സ്മരണിക എന്ന് പറയുന്ന ആ ചവർ വാറോടയിൽ നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചത് കീറിക്കളഞ്ഞോ നിങ്ങൾ? എന്നിട്ട് വേണം അതൊക്കെ എഴുതി വെക്കാൻ. നിങ്ങൾക്ക് സംശയമില്ല പോലും. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ സ്ക്രീനിൽ കണ്ടു നോക്കൂ. എന്താണ് പറഞ്ഞത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സുനബോയ ക്ലബ്ബുകാരാ, നിനക്ക് എന്തേ സംശയമില്ലേ? അപ്പോൾ അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടുകയും ചെയ്യുമെന്ന് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന CM മടവൂരിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ കാന്തപുരം വിശ്വസിക്കുന്നു, നിന്റെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ വിശ്വസിക്കുന്നു, മുള്ളൂർക്കര സഖാഫി വിശ്വസിക്കുന്നു, നിന്റെ UK മജീദ് മുസ്ലിയാർ വിശ്വസിക്കുന്നു, അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന ഉസ്താദിന്റെ മകനും വിശ്വസിക്കുന്നു. നിനക്കെന്തേ ഒരു സംശയവുമില്ലാത്തത് അള്ളാഹു ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നതിൽ? അള്ളാഹു കാണുന്നത് പോലെ കാണും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആൺകുട്ടിയെ വേണമെങ്കിൽ ആൺകുട്ടിയെ കൊടുക്കും, പെൺകുട്ടിയെ വേണമെങ്കിൽ പെൺകുട്ടിയെ കൊടുക്കും.
അതുപോലെ തന്നെ ഗർഭമാകാത്ത ആളുകൾക്ക്, പ്രസവിക്കാത്ത ആളുകൾക്ക് കുട്ടിയെ നൽകും, മരിച്ചവരെ ജീവിപ്പിക്കും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ലോകത്തിൽ ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ, ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കാണുന്നുണ്ട്, വ്യഭിചാരങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് CM മടവൂരിന്റെ പേരിൽ. ഇതൊക്കെ സാധാരണ ഇങ്ങനെ നടക്കുന്ന വിഷയങ്ങളാണോ? അല്ല. എന്നിട്ടോ നിനക്ക് സംശയമില്ല, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. അപ്പൊ CM മടവൂരോ? ഇനി അനല്ലാ എന്ന് പറഞ്ഞ ആ അള്ള തന്നെയാണോ നിങ്ങൾ ഈ പറയുന്ന അള്ള? സംശയം കൊണ്ട് ചോദിക്കുകയാണ്. മഹാനായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹ് മഹാനവറുകൾ ഒരിക്കൽ അനല്ലാ എന്ന് പറയുകയാണ്. ഇതെല്ലാ ഉലിയാക്കന്മാരിൽ പലരും പറഞ്ഞതാണ്. CM മടവൂർ പറഞ്ഞല്ലോ അനല്ലാ, അനല്ലാ എന്ന് പറഞ്ഞാൽ ഞാനാണ് അല്ലാ, അങ്ങനെയാണല്ലോ അതിനർത്ഥം. ഇനി അങ്ങനെയല്ല, അതിന്റെ മാന നിങ്ങൾക്കറിയില്ല മൗലവി, ഇങ്ങനെയൊക്കെയാണോ ഇനി പറയാൻ പോകുന്നത് എങ്കിൽ പറഞ്ഞോളൂ, അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തിനും അങ്ങനെയാണല്ലോ ന്യായം. മൗലവി വിവരമില്ലാതെ വിവരക്കേട് വിളിച്ചു പറയുകയാണ് മൗലവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരാറുള്ളത് കുബൂരി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? എന്നിട്ട് എന്താണ് തുടർന്ന് പറയുന്നത്? പിന്നെ ഇന്നലെ നിങ്ങളുടെ സഹോദരന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായെന്നു കേട്ടു, ശരിയാണോ? അപ്പോ നമ്മുടെ വഹാബി മുഖത്തൊക്കെ കൈയൊക്കെ വെച്ചിട്ടാണുള്ളത്. അതെ, അവന് സമയത്ത് വണ്ടി ഒന്ന് ബ്രേക്ക് ചവിട്ടി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുബൂരി അവന് ഹാപ്പിയായി. എന്തേ? അവിടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അവന് അടിവരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കുബൂരി പോസ്റ്റാണേ, അത് മറക്കരുത്. അപ്പോൾ അവനാണോ വാഹനം നിയന്ത്രിച്ചത്? അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നല്ലേ താങ്കൾ പറഞ്ഞു വെച്ചത്? ആ വാഹനം ഈ ലോകത്തിൽ പെടില്ലേ? കുബൂരിയുടെ പരിഹാസം നിറഞ്ഞ ഒരു ചോദ്യം. മുസ്ലിയാരുടെ ധാരണ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു. വഹാബികളുടെ വായക്ക് സീല് വെച്ചു. വഹാബികൾക്ക് ഇനി മറുപടിയില്ല. എല്ലാ കുരുപ്പേ, ഇതാണോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിയന്ത്രണം? നിന്റെ CM മടവൂര് ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മജുദൂബായ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്നത്, കുത്തുബുൽ ആലമാണ്, മനസ്സിലായല്ലോ, മുദബ്ബിറുൽ ആലമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ CM മടവൂരും വാഹനമോടിക്കുന്ന ഒരു ഡ്രൈവറും ഒരുപോലെയാണോ? എങ്കിൽ നിങ്ങൾ അത് പറ. ബാക്കി ഞങ്ങൾ അപ്പോൾ ചോദിച്ചോളാം. നിങ്ങൾ അത് പറ. നിങ്ങൾ ഈ സാറിനെ കാണിച്ച് സൂറ കെട്ടിക്കുന്ന പരിപാടി നിങ്ങൾ പല മേഖലയിലും നടത്താറുണ്ട്. നിങ്ങൾ ഈ തരികിട അഹ്ലുസുന്നയുടെ മക്കളെടുക്ക നടക്കൂല, കുബൂരികളെ. നിന്റെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് ഷാദിലി DJ കളിക്കുന്ന നിങ്ങളൊന്ന് സങ്കല്പിച്ചു വെക്കുക. പ്രായമായി നടക്കാൻ കഴിയാതെ ആളുകളുടെ കൈപിടിച്ച് നടക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് നേതൃത്വത്തിൽ ഒരു ഷാദിലി DJ നടക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു വെക്കുക. നിങ്ങൾക്കെല്ലാം സങ്കല്പിക കഥാപാത്രങ്ങളും സംഭവം കൊണ്ടാണ് ഞങ്ങൾക്കും കൊണ്ടുവന്നൂടെ? അങ്ങനെ നിങ്ങളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടുക്ക് നിന്ന് DJ കളിക്കും. നമുക്കൊരു DJ കാണാം. ഏത്? ഷാദുലി DJ. ആ നടുക്കുന്ന തുള്ളുന്ന മുതല് നമ്മളെ കാന്തപുരം എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ആ നടുക്കുന്ന ആ തുള്ളി 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 പോന്നാണ്ടാ, തുള്ളി തുള്ളി പോകുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വട്ടത്ത് തുള്ളുകയാണ്. അങ്ങനെ വട്ടത്ത് ചുറ്റി 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 തുള്ളുകയാണ്. ബാക്കി കുഞ്ഞാടുകളൊക്കെ ചുറ്റുമുണ്ട്. അങ്ങനെ തുള്ളി തുള്ളി കൈകൊണ്ടൊക്കെ ആക്ഷൻ ഇട്ട് കയ്യിലെ മുട്ടി ഇങ്ങനെ ഭയങ്കര ഉഷാറായി നമ്മളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ തുള്ളി 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 കളിക്കുന്നതിനിടയിൽ നമ്മളെ കാന്തപുരം ഉസ്താദിന് എന്തായി? തലയങ്ങോട്ട് ചുറ്റി, തല കറക്കാൻ വന്നു. കാന്തപുരം അങ്ങോട്ട് ചെരിഞ്ഞു വീണു. ഓക്കെ, കാന്തപുരം അങ്ങോട്ട് ചെരിഞ്ഞു വീണു. ഈ ചെരിഞ്ഞു വീണപ്പോൾ ഒന്നിച്ചുള്ള മുസ്ലിയാക്കന്മാരോട് സ്വാഭാവികമായി ഇവരുടെ DJ നിൽക്കും. കാരണം അമീർ തന്നെ വീണിരിക്കുകയാണല്ലോ, ഇവർക്ക് നേതൃത്വം നൽകുന്ന ആളെന്നാണ് വീണത് കൊണ്ട് സ്വാഭാവിക DJ നിൽക്കും. അപ്പോൾ പുറത്തുള്ള ഒരാള് വന്ന് ചോദിക്കുകയാണ്, ആരോട്? കുഞ്ഞാളോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി ഉസ്താദിന്? എന്നിട്ട് പറയും, ഉസ്താദ് ഒന്ന് തല കറങ്ങി വീണു, ഇല്ലെങ്കിലോ കാല് തെറ്റി വീണു, അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ അത് വീണു എന്ന് പറയും. ഓക്കെ, ഈ കാന്തപുരത്തെ നിയന്ത്രിക്കുന്നത് കാന്തപുരമാണോ? ഇപ്പൊ ഈ തുള്ളിയതൊക്കെ കാന്തപുരത്തിന്റെ ഇഷ്ടപ്രകാരമാണോ? അതല്ല CM മടവൂര് നിയന്ത്രിച്ചതാണോ? അല്ല, നിങ്ങളുടെ വാദപ്രകാരം, കാന്തപുരത്തിന്റെ വാദപ്രകാരം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന CM മടവൂരാണ്. മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും
അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ നിയന്ത്രണം CM മടവൂരിനാണ് എന്ന് പറയുന്നതും, ഈ നിയന്ത്രിച്ചത്, ഈ തുള്ളിയത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് സ്വന്തം നിയന്ത്രണത്തിൽ തന്നെ കാന്തപുരം ചെയ്തതാണ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളെ നേരത്തെ കഥയുണ്ടല്ലോ, നമ്മളെ കുബൂരികളുടെ ഒരു ടെക്സ്റ്റ് നമ്മൾ വായിച്ചല്ലോ. അതുപോലെ നമുക്ക് മറ്റൊരാളെ കൊണ്ടുവരാം. നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ കൊണ്ടുവരാം. ഇവർക്ക് വേഗം മനസ്സിലാണ്, ഇവർ ഉസ്താദ്മാരെ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പേരോട് വാഹനം ഓടിക്കുന്നു. വാഹനം ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ടയർ അങ്ങോട്ട് പൊട്ടി. വാഹനം സ്വാഭാവികമായും 2 മലക്കൊക്കെ മറിഞ്ഞിട്ട് അവിടെ വീണു. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. നമ്മളിപ്പോ ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വാഹനത്തിന്റെ അടിയിൽ നിന്ന്, അത് നേരെ തലതിരിഞ്ഞുള്ള വണ്ടിയുടെ അടിയിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് വന്നു. ഒന്നും അപകടമൊന്നും പറ്റിയില്ല. ആ സമയത്ത് ആടിയിലെ ആള് ചോദിച്ചു, എന്ത് പറ്റി? ആരോട്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട്. അത് കണ്ടു നിന്ന ഒരാൾ ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, ടയർ പൊട്ടി, വണ്ടിയുടെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോയി. വാഹനത്തിന്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോയി. വാഹനം നിയന്ത്രിച്ചത് അപ്പോൾ ആരാണ്? ഡ്രൈവ് ചെയ്തവനാണ് ആ വാഹനം നിയന്ത്രിച്ചത്. എന്നാൽ CM മടവൂരാണ് വാഹനം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? CM മടവൂരാണ് വാഹനം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ, അത് CM മടവൂരിന്റെ നിയന്ത്രണത്തിലാണ്. കൂരാക്കൂരിട്ടിൽ ഒരലയെങ്ങാനും ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ അതുപോലും CM മടവൂര് കാണും എന്നൊക്കെ വാദിക്കുമ്പോൾ അവിടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? എല്ലാം കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു. CM സ്മരണികയിൽ പറഞ്ഞത് എന്താണ്? ഒന്നുകൂടി നിങ്ങൾ കണ്ടോ. എന്താണ് പറഞ്ഞത്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതിന്റെ വിവക്ഷ? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും അള്ളാഹു നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കാനും ഒക്കെ കഴിവാർക്കുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. CM മടവൂരിന് ഉണ്ട് എന്നാണ് കുബൂരികളെ നിങ്ങൾ പറഞ്ഞു വെച്ചത്. ആ പറഞ്ഞതും വാഹനം ബ്രേക്ക് ചവിട്ടാൻ മറന്നു എന്ന് പറയുന്നതും ഒരുപോലെയാണോ? ഒരു ഡ്രൈവർ വാഹനത്തിന്റെ ബ്രേക്ക് ചവിട്ടാൻ മറന്നുപോയി, വാഹനം നിയന്ത്രണം വിട്ട് മറഞ്ഞുപോയി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വണ്ടി മലക്കം മറിഞ്ഞു വീണു എന്നതുപോലെ തന്നെ എന്റെ ബോഡി നിയന്ത്രിക്കുന്നത്, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നത് ഒക്കെ CM മടവൂരാണെന്ന് പറയുന്ന പേരോട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഷാദിലി DJ കളിക്കുന്ന സമയത്ത് തലചുറ്റി വീണു. തലചുറ്റി വീണപ്പോൾ പറയുന്നത് എന്താണ്? കാന്തപുരം ഉസ്താദ് ഒന്ന് തല കറങ്ങി വീണു, അതല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് ഒന്ന് കാല് തട്ടി വീണു. നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ആ സംഭവമൊക്കെ ചെയ്തതാരാണ്? നമ്മുടെ കാന്തപുരം തിരുവടികളാണല്ലോ. അപ്പോൾ ആ പറയുന്ന നിയന്ത്രണവും മറ്റേ പറഞ്ഞ നിയന്ത്രണവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്റെ ഈ പറയുന്ന പോസ്റ്റിൽ തന്നെയുണ്ട്, വിവരക്കേട് എഴുതി വെച്ച നിന്റെ പോസ്റ്റിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് ഇതിൽ പറയുന്നത്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഈ ലോകത്ത് ഭൗതികം അബൗദികം എന്ന വ്യത്യാസമില്ലാതെ എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അബൗദികം മാത്രമേ അള്ളാഹു നിയന്ത്രിക്കൂ എന്ന വഹാബി വിശ്വാസം ഇസ്ലാമല്ല. ഭൗതികവും ലോകത്തിൽപ്പെട്ടതാണ് എന്ന് എഴുതിയിട്ട് അതിന്റെ തൊട്ട് താഴെ നിന്നാണ് സാധാരണക്കാർ സാധാരണ കാര്യങ്ങൾ നിയന്ത്രിക്കും എന്ന പോലെ, സാധാരണക്കാർ സാധാരണ കാര്യങ്ങൾ നിയന്ത്രിക്കും എന്നതുപോലെ വാഹനമോടിക്കുന്ന ഡ്രൈവർ വാഹനം നിയന്ത്രിക്കുന്നു എന്നതുപോലെ. പക്ഷെ അതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ബ്രേക്ക് പൊട്ടിയപ്പോൾ നിയന്ത്രണം വിട്ടു എന്നാ പറഞ്ഞത്. ഡോക്ടർ മരുന്ന് നൽകിയപ്പോൾ ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അള്ളാഹുവാണ് ശിഫ നൽകേണ്ടവൻ, പക്ഷേ CM മടവൂരാണ് ശിഫ നൽകുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുനാക്കുള്ള അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ശൈഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ശൈഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ശൈഖുന വാക്ക് പറയാനേ ഇല്ല. ശൈഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. വാഹനം ഓടിക്കുന്ന ഡ്രൈവർ, അതായത് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ടയർ പൊട്ടി വാഹനം മലക്കം മറിഞ്ഞു വീണപ്പോൾ മലക്കം മറിയുന്ന വാഹനത്തെ നിയന്ത്രിക്കാൻ ആയിരിക്കില്ല. അതിലിരിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കഴിയില്ല. പക്ഷേ അത് കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിച്ച ആരെക്കുറിച്ച്? ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തലചുറ്റി വീഴുന്ന സമയത്ത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാല് തെറ്റി വീഴുന്ന സമയത്ത്, അതിനു മുമ്പേ നടന്ന DJ നടക്കുമ്പോഴും, ഷാദിലി DJ നടക്കുമ്പോൾ, അവിടെ തുള്ളിക്കളിക്കുമ്പോൾ
ഒക്കെ കാര്യങ്ങൾ ചെയ്തതാരാണ്? നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ സാധാരണക്കാർ സാധാരണ കാര്യങ്ങൾ നിയന്ത്രിക്കും എന്ന പോലെ ആ പറയുന്ന DJ പാർട്ടിയെ നിയന്ത്രിച്ചത് കാന്തപുരം, ആ ഇവിടെ തുള്ളിക്കളിച്ചത് കാന്തപുരം, കാന്തപുരത്തിന്റെ ബോഡിയെ നിയന്ത്രിച്ചത് കാന്തപുരം, മലക്കം മറിഞ്ഞ് വീഴുന്നത് വരെയും കാന്തപുരം. അറിഞ്ഞുകൊണ്ട് ഒരുത്തരം മലക്കം മറിഞ്ഞ് വീഴില്ലല്ലോ. അപ്പോൾ നിയന്ത്രണം വിട്ടപ്പോഴാണ് തലചുറ്റി വീണത്, നിയന്ത്രണം വിട്ടപ്പോഴാണ് കാല് തെന്നി വീണത്, നിയന്ത്രണം വിട്ടത് ടയർ പൊട്ടിയപ്പോഴാണ്. മനസ്സിലായല്ലോ? കാല് തെറ്റിയപ്പോഴാണ് നിയന്ത്രണം വിട്ടത്, തലചുറ്റിയപ്പോഴാണ് നിയന്ത്രണം വിട്ടത്, ടയർ പൊട്ടിയപ്പോഴാണ് നിയന്ത്രണം വിട്ടത്. അതിനൊക്കെ പരിധികളുണ്ട്. എന്നാൽ പരിധിയില്ലാതെ കാണുക, പരിധിയില്ലാതെ കേൾക്കുക, അള്ളാഹു കാണുന്നത് പോലെ കാണുക, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക, അള്ളാഹു അറിയുന്നത് പോലെ അറിയുക. മനസ്സിലായല്ലോ? അറ്റമില്ലാത്ത കേൾവിയും കാഴ്ചയും അതൊക്കെ ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർക്കുണ്ട്, ഭാവിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. അതിനു മുമ്പ് സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാദം തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ഷട്ടർ ഞങ്ങൾ വിളിക്കും. മനസ്സിലായല്ലോ? നിങ്ങളുടെ സമസ്ത എന്ന് പറയുന്ന സർക്കസ് കൂടാരത്തിന്റെ ഷട്ടർ ഞങ്ങൾ വിളിക്കും. ആ കോലത്തിലേക്ക് ഏതാണ്ട് ആയിട്ടുണ്ട്. പഴയ സമസ്താലയത്തിൽ ഉള്ള ആളുകൾ ഒറിജിനൽ സമസ്തക്കാരായി കുരുവട്ടൂരികൾ ഇങ്ങനെ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. AP സമസ്ത എന്ന് പറയുന്ന കൂടാരം സമസ്തായിസം വിട്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ നമ്മൾക്ക് ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. പേരട് അബ്ദുറഹ്മാൻ സഖാഫി പണ്ട് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല വിഷയങ്ങളിൽ നിങ്ങളുടെ നിലപാടൊക്കെ മാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാരായ, കാരണവന്മാരായ, നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ മുസ്ലിയാക്കന്മാർ പറഞ്ഞ വാദങ്ങളും വിശ്വാസങ്ങളൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിപ്പറയുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. പക്ഷെ നിങ്ങൾ ഈ പലതിനെയും മെഴുകി വെളുപ്പിച്ച് ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ യഖൂനു ഫി ആഖിറിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്നുണ്ടല്ലോ, ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ അതിന് ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കില്ല കുബൂരികളെ. നിങ്ങൾ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പച്ചക്ക് നിങ്ങളെ തൊലി പൊളിച്ച് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ എത്ര തന്നെ അസ്വസ്ഥതരായിട്ടും കാര്യമില്ല. എന്നിട്ട് രണ്ടാമതിൽ പറയുന്നത്, സാധാരണക്കാർ സാധാരണ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെ ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ട് അസാധാരണ കാര്യങ്ങൾ നിയന്ത്രിക്കാമെന്നത് പ്രമാണം കൊണ്ട് തെളിയുന്നതാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന കാര്യം, നാളെ നടക്കുന്ന കാര്യം, മറ്റന്ന് നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സർവ്വ കാര്യങ്ങളും മഹാന്മാർക്ക് അറിയാമെന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രമാണം എന്താണ് ഞങ്ങൾക്കറിയണം. മനസ്സിലായല്ലോ? മഹാനായ നമ്മുടെ നേതാവ് മുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്ന് നടക്കുന്ന കാര്യം, നാളെ നടക്കുന്ന കാര്യം, മറ്റന്ന് നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സർവ്വ കാര്യങ്ങളും അറിയാം എന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രമാണം ഞങ്ങൾക്കറിയണം. ഇന്നേ വരെ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതന്മാരും ഈ രീതിയിൽ ഒരു ചർച്ച പോലും ചെയ്തതായി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും മഹാന്മാർ കേൾക്കും. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എന്നാണ് നിങ്ങളുടെ വാദം. അതിനാണ് നിങ്ങൾ പച്ചക്ക് അള്ളാഹുവിന്റെ ആയത്ത് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയകുമുല്ലാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ വാദിച്ചത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നീലെത്തിനും എന്നെ വിളിപ്പോർക്ക് വായ് പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നവർ നിങ്ങൾ വാദിച്ചത്. ഈ രീതിയിലുള്ള വാദങ്ങളും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് പറഞ്ഞു വെക്കുകയൊക്കെ ചെയ്തിട്ട് CM മടവൂർ എല്ലാം കാണുന്നു. CM മടവൂരിനോട് ഒരു രോഗശമനത്തിന് ചോദിച്ചതിന് അല്ലാഹുമ്മ ഇശ്ഫി എന്നല്ല പറയാറുള്ളത്, രോഗം വേണ്ട എന്നാണ് പറയാറുള്ളത് എന്ന് തുടങ്ങി സകല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ മെല്ലനെ അതൊക്കെ വേറെ രൂപത്തിലേക്കാക്കി മാറ്റി തടിയൂരാമെന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എങ്കിൽ നിങ്ങളുടെ തലയിക്കെട്ടിന്റെ മുകളിൽ ഞങ്ങൾ വെച്ച് കെട്ടിത്തരും. മനസ്സിലായല്ലോ? നിങ്ങളുടെ തലയിക്കെട്ടിന്റെ മുകളിൽ ഞങ്ങൾ വെച്ച് കെട്ടിത്തരും. എന്താ നിങ്ങൾ വിചാരിച്ചത്? മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ തന്നെ ഞങ്ങൾ വെച്ച് കെട്ടിത്തരും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇന്ന് തടിയൂരാൻ വേണ്ടി പറ്റൂല. പരസ്യമായിട്ട് പറ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന്.
ഇതുവരെ പറഞ്ഞു വെച്ചതൊക്കെ തെറ്റാണ്, അതൊന്നുമല്ല അഹ്ലുസുന്നയുടെ വാദമെന്ന് നിങ്ങൾ പച്ചയായി പറ. അതല്ലാതെ നിങ്ങൾ ഉരുണ്ട് മറിഞ്ഞു കളിക്കല്ല വേണ്ടത്. പിന്നെയോ ഇത് രണ്ടും അള്ളാഹുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒതുങ്ങിയതാണെന്ന് സുന്നികളുടെ വിശ്വാസം. ഇത് രണ്ടും അള്ളാഹുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒതുങ്ങിയതാണെന്നാണ് സുന്നികളുടെ വിശ്വാസം. നേരത്തെ ഇയാള് പറഞ്ഞല്ലോ, ആര് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞല്ലോ, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നവർ എന്ന്. ആ പറഞ്ഞത് കൃത്യമാണ്. ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുക എന്താണ് CS മരകി പറഞ്ഞത്? അള്ളാഹു ഇഷ്ടദാസന്റെ കണ്ണും കാതും ഞാനാകുമെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞതുപോലെയാണ്. എന്താണ് പറഞ്ഞത് നിങ്ങൾ സ്ക്രീനിൽ തന്നെ കണ്ടോ? ഞാനായിട്ട് എന്റെ വക പറഞ്ഞു എന്ന് പറയണ്ട. എന്താണ് ഇവിടെ പറഞ്ഞത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടാ പറയുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ കറാമത്തൊന്നും വിട്ടില്ലേ? പറ, കറാമത്തൊന്നും വിട്ടില്ലേ? ഇത് രണ്ടും അള്ളാഹുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒതുങ്ങിയതാണെന്നാണ് സുന്നികളുടെ വിശ്വാസം. ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ ഇതൊക്കെ CM മടവൂരിന് കഴിയും. കാരണം അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു അറിയുന്നത് പോലെ അറിയും. അതുപോലെ തന്നെ ഇവർക്ക് അങ്ങനെ കഴിവ് നൽകിയിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത കഴിവിൽ നിന്ന് പടച്ചോനായിക്കൂടെ അവർക്ക്? നിങ്ങളൊരു പടച്ചോൻ പാട്ടിന്റെ മുകളിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയല്ലോ. CM മടവൂര് പടച്ചോനാണെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി. അങ്ങനെയല്ല നിങ്ങൾക്ക് പ്രശ്നമാക്കാൻ എന്താ അധികാരം? നിങ്ങൾ ഈ വാദപ്രകാരം കൊടുത്ത കഴിവ് കൊണ്ട് അയാൾക്ക് എന്താ പടച്ചോനായിക്കൂടെ? വരുന്ന സമയത്ത് പെട്രോൾ അടിച്ച സമയത്ത് ഒരു 100 റുപ്യന്റെ കുറവ് വന്നപ്പം ഈ 10,000-ന്റെ കെട്ടുന്ന ഒരു 100-ന്റെ നോട്ട് വലിച്ച് അങ്ങോട്ട് കൊടുത്ത് പിന്നീട് ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ ഹളറത്തിൽ ചെന്ന് 10,000-ന്റെ കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾക്കുള്ളതാണ്. അതിൽ നിന്നും എടുത്തത് അതിൽ തന്നെ വെക്കുക. ശൈഖുന പറയാണ്, ഈ കണ്ണ് എവിടുന്ന് കിട്ടിയ കണ്ണാ? അത് ലേനത്തുനിന്ന് കിട്ടിയ കണ്ണാ. അതുകൊണ്ട് ഇവിടുന്ന് ഓറ പേരിൽ ഫാത്തിഹ ഓതിയാൽ അത് കേൾക്കാനുള്ള കാത് ഓറ് പടച്ചോനിൽ നേടിയിട്ട് പടച്ചവനിൽ ലയിച്ചിട്ട് ഉണ്ടാക്കിയ കഴിവാണ്. ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തു മറുപടി പറയും കുബൂരികളെ? നിങ്ങളുടെ വാദപ്രകാരം കൊടുത്ത കഴിവാണ് കറാമത്ത്. ആ കൊടുത്ത കഴിവിൽ പ്രകാരം അവർക്ക് എന്തും യഥേഷ്ടം ചെയ്യാം. അത് നിങ്ങളുടെ വാദമാണ്. അതങ്ങനെയല്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഇവിടെ മുകളിൽ എഴുതി വെച്ചത് കണ്ടില്ലേ? ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. ഇതറിയാത്തവരാണ് ഇന്നത്തെ വഹാബികൾ. ഈ രൂപത്തിൽ നിങ്ങൾ എഴുതി വെച്ചില്ലേ? ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ ഇത് എഴുതി വെച്ചത്? അപ്പോൾ കൃത്യമാണ്, വ്യക്തമാണ്. നിങ്ങൾ പിഴച്ചിട്ടുണ്ട്, നിങ്ങൾ പിഴപ്പിക്കുകയാണ്, നിങ്ങൾ ചതിക്കുകയാണ്, നിങ്ങൾ വഞ്ചിക്കുകയാണ് സമൂഹത്തെ. ആഖിർ സമാന് ചില ദജ്ജാലുകൾ വരുമെന്ന് പറഞ്ഞല്ലോ. ദജ്ജാലുകളിൽ പെട്ടവരാണ് ഈ സുന ക്ലബ്ബുകാർ. സുനാ പ്രൂഫാണ് പോലും. ഇതിന്റെ മുകളിൽ കുബൂരി എന്ന് എഴുതൂ, കുബൂരി, ഖുറാഫി എന്നൊക്കെ എഴുതൂ. ഇല്ലെങ്കിൽ ദജ്ജാൽ എന്ന് എഴുതൂ, ദജ്ജാൽ പ്രൂഫ്സ് എന്നൊക്കെ എഴുതൂ. അതല്ല സുന്ന എന്ന് എഴുതാൻ വേണ്ടി പാടില്ല. മനസ്സിലായല്ലോ? പല്ലാത്തവനെ പല്ല എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് നിങ്ങളുടെ കാര്യം. സുന്നത്തൊന്നുമില്ല, വെറും ബിദ്അത്തും ഖുറാഫാത്തും കുറെ ദജ്ജാലിസവും. ദീനൊന്നല്ല വലിയ കാര്യം. അവർക്ക് അവരുടെ ആമാശയമാണ്, ഉദരപൂരണമാണ്. അതിനുവേണ്ടി എന്ത് പേക്കൂത്തും ചെയ്യും, എന്ത് തോന്നിവാസവും പറയും, എന്ത് കള്ളത്തരവും പറയും. യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ കോലത്തിലായിപ്പെട്ടത്. ഒരുത്തം പറയുന്നത് കൊണ്ട് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.